ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. എന്നാൽ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടീ ടൈം സ്നാക്സാണ്. ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യാം. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 എടുത്തിട്ടുണ്ട്. എടുത്ത് നല്ലതുപോലെ വേവിച്ചിട്ട് അതൊരു ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകളോട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാനൊരു ചെറിയ സവാള കുഞ്ഞുകുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ചെറിയ പീസ് ഇഞ്ചി അതും നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ ഈ പച്ചമുളക് ഓപ്ഷനിലാണ്, നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കും, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു മണം, ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടി ചേർന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തതിൽ തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട. നല്ലതുപോലെ കൈ കൊണ്ട് എല്ലാം കൂടി ചേരുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അതെല്ലാം നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളമോ ഒന്ന് പുരട്ടിയിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു സ്റ്റിക്ക് പോലെയാണ് നീളത്തിലിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത്. റൗണ്ടായിട്ടോ സ്ക്വയറായിട്ടോ നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ മിക്സ് എല്ലാം റോൾ ചെയ്തെടുത്ത് വയ്ക്കാം. ഇതുപോലെ എല്ലാം സ്റ്റിക്ക് പോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും പിന്നെ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടി വേണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ബാറ്റർ പോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിൽ നമ്മളിത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. കോൺഫ്ലവറിൽ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വാട്ടറി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വേണം. ഇനി ഈ ഓരോ റോളും കോൺഫ്ലവറിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ എല്ലാ റോൾസും നമുക്കൊന്ന് കോട്ട് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ശകലം മാത്രം എണ്ണ മതിയാവും. നമുക്കിതൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. എന്നിട്ട് രണ്ട് സൈഡും എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞ് ഇതുപോലെ അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.